പാലക്കാട്ട് റോഡിന്റെ ജനകീയ ഉദ്ഘാടനത്തിനെതിരെ CPM. കാഞ്ഞിരപ്പുഴ ചിറയ്ക്കൽപ്പടി റോഡിന്റെ പേരിൽ CPM പ്രവർത്തകരും ജനകീയ സമിതിയും തമ്മിൽ സംഘർഷമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ജനകീയ ഉദ്ഘാടനത്തിനെ CPM എതിർക്കാനുണ്ടായ കാരണം എന്താണ്? വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായോ അവിടെ? സന്ധ്യ, ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളുമാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായത്. ഇതിൽ പ്രധാനമായും നാളെ ഈ 12 മണിയോടുകൂടി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന റോഡിലാണ് ഇന്ന് ജനകീയ സമിതി അംഗങ്ങൾ ഒരു ജനകീയ ഉദ്ഘാടനം നിശ്ചയിച്ചത്. ഇതിനെതിരെയായിരുന്നു CPM പ്രവർത്തകർ അവിടേക്ക് ഒരു പ്രതിഷേധ ജാഥയായി എത്തുകയും ഒരു വിളംബര ജാഥയായി നാളത്തെ ഉദ്ഘാടനത്തെ പറ്റിയുള്ള ഒരു വിളംബര ജാഥയായി എത്തുകയും പിന്നീട് അവർ പരസ്പരം ഒരു സംഘർഷത്തിലോട്ട് പോർവിളികളും മറ്റുമായി ഉന്തും തള്ളിലേക്ക് കലാശിക്കുകയായിരുന്നു. നിരന്തരമായിട്ടുള്ള ഈ പ്രദേശവാസികളുടെ ഒരു ആവശ്യമായിരുന്നു ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നുള്ളത്. അപ്പോൾ അതിനെതിരെ ഒരു ജനകീയ സമിതി അവിടെ രൂപവൽക്കരിക്കുകയും അവർ നിരന്തരമായി സമരങ്ങൾ നടത്തുകയും ചെയ്തത്. അതിൻ്റെ എല്ലാം ഒരു അവസാനമായിട്ടാണ് ഇപ്പോൾ ഈ റോഡ് പൂർത്തിയായത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ ജനകീയ സമിതിയുടെ ഒരു ആവശ്യപ്രകാരമാണ് ഈ റോഡ് യാഥാർത്ഥ്യമായത് എന്ന ജനകീയ സമിതിയുടെ വാദത്തെ തുടർന്ന് അവർ ഇന്നൊരു ഉദ്ഘാടനം നിശ്ചയിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു ഈ ഉദ്ഘാടനം പ്ലാൻ ചെയ്തത്. അതിലേക്കാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിന്റെ സാധ്യത ഉണ്ടായത്. ഏതായാലും അവിടുത്തെ സംഘർഷം ഇപ്പോൾ പോലീസ് പരിഹരിച്ചിട്ടുണ്ട്. അവർ ഈ സംഘർഷ സാധ്യത ഉണ്ടായത് ചെറിയ ഉന്തും തള്ളും വാക്കേറ്റവും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം പോലീസ് ഇടപെട്ട് ഈ രണ്ടു കൂട്ടരെയും പിരിച്ച് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ അവിടുത്തെ ഉണ്ടായിരുന്ന എല്ലാ സംഘർഷ സാധ്യതകളും പരിഹരിക്കപ്പെട്ടു. ഈ ജനകീയ സമിതി ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ജനകീയ സമിതി അവരുടെ ഉദ്ഘാടനം നിർത്തിവയ്ക്കുന്ന അല്ലെങ്കിൽ അത് നടത്താൻ സാധിക്കാതെ പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ റോഡിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി തന്നെ നിർവഹിക്കും.